ഇന്ന് നമുക്ക് നല്ല നാടൻ കപ്പയും മീൻകറിയും ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ. രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ അപ്പ കപ്പയും മീനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നേ. ഇതാണ് എൻ്റെ അപ്പയാണ് മീനെല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകി തരുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി വെട്ടിയൊക്കെ തരുവേ. അപ്പം മീൻ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ പോയി എല്ലാം വൃത്തിയാക്കാം. കപ്പയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാവേ. കുറച്ച് തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, നമുക്ക് കാന്താരി ഉണ്ടെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് വെന്ത കപ്പയിലോട്ട് ഈ അരപ്പെല്ലാം കൂടെ ചേർക്കാം. ഈ മിക്സിങ് പ്രോസസ്സ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നല്ല പണിയെടുക്കണം. ഇനി കപ്പയുടെ എൻഡ് ഭാഗം താളിപ്പിനായിട്ട് അറിയാമല്ലോ, കുറച്ച് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കരിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ആ മിക്സ് ചെയ്ത കപ്പയ്ക്കകത്തോട്ട് ഇതും കൂടെ തട്ടിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. മിക്സിങ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ കപ്പയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്. ഈ കൊറിയറിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാമേ. എല്ലാം കഴിഞ്ഞിട്ട് ടിൻസ് കൊണ്ടുവന്ന കുറച്ച് സ്വീറ്റ്സ് എടുത്ത് കഴിക്കാനായിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടിൻസി അമ്മയും കൂടി ആട്ടോ മീൻകറിക്കുള്ള പരിപാടി നോക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് പോകത്തില്ല, ചിലപ്പോൾ കുളവായാലോ. മീൻകറി റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഐസ്ക്രീമും ട്രോപ്പിക്കാനൊക്കെ കഴിച്ചാലോ. അങ്ങനെ നമ്മുടെ കപ്പയും മീൻകറി റെഡിയായി. എന്നാൽ നമുക്ക് കഴിച്ചാലോ. ഞാൻ വെച്ച കപ്പയ്ക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും മീൻകറിയും കൂടി കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.